ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വണ്ടി മോഷണം പോയതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഇൻഷുറൻസ് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അയർലാൻഡിൽ വന്നിട്ട് ഫസ്റ്റ് വാങ്ങിയ ഒരു കാറ് അത് 1 വീക്കിനുള്ളിൽ തന്നെ മോഷണം പോയി. അപ്പോൾ മോഷണം പോയപ്പോൾ നമ്മൾ ഗാഡയെ വിവരം അറിയിച്ചു. ഗാഡ വന്നു ഈ വണ്ടി കിൽഡെയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ വണ്ടിയുടെ ചാവി ഇടുന്ന സെക്ഷൻ അവർ പൊട്ടിച്ചിട്ടാണ് വണ്ടി എടുത്തിട്ട് പോയത്. നമ്മൾ നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ തന്നെ ആയിരുന്നു, ഇവിടെ നല്ല സേഫ്റ്റി ഉള്ള ഏരിയ ആയിരുന്നു, എന്നിട്ട് പോലും ആ വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, വണ്ടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ പേരിലോട്ട് വണ്ടി മാറുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസ് ചെയ്തിരിക്കണം. ഇൻഷുറൻസ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് മിസ്സായി പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോഷണം പോയോ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റോ വല്ലതും പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പേരിലോട്ട് വണ്ടി മാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഷുറൻസും കൂടെ തന്നെ ചെയ്യുക. വണ്ടി മോഷണം പോവുകയോ ആക്സിഡൻറ്റ് പറ്റുകയോ ഒക്കെ ചെയ്താൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് 5 പൈസ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേറെ പുതിയ വണ്ടി വാങ്ങാനുള്ള പൈസ കിട്ടിയത് തന്നെ ഇൻഷുറൻസ് അന്ന് തന്നെ ഞാൻ എടുത്തായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയത്. എൻ്റെ വണ്ടി നഷ്ടപ്പെട്ട സമയത്ത് ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ പാനിക് സിറ്റുവേഷനിലായിരുന്നു. ഫസ്റ്റ് നമ്മൾ വാങ്ങിയ വണ്ടി അത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ മോഷണം പോയെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഏതായാലും ഗാഡയ്ക്ക് വിവരം അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഗാഡയിൽ വിവരം അറിയിച്ചു. അവരൊരു ഹാഫ് ആൻ അവറിൽ അവിടെ എത്താമെന്ന് പറഞ്ഞു. അതേ സെയിം ടൈമിൽ തന്നെ അവരെത്തി. എവിടെ നിന്നാണ് വണ്ടി മോഷണം പോയത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. എല്ലാം കഴിഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ തന്നെ വണ്ടി കണ്ടുപിടിച്ചു. നമ്മുടെ വണ്ടി നഷ്ടപ്പെടുകയോ ആക്സിഡൻറ്റ് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഗാഡയെ വിവരം അറിയിക്കണം. അത് കഴിഞ്ഞ് ഇൻഷുറൻസിലും വിവരം അറിയിക്കുക. എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ വണ്ടിക്ക് മുടക്കിയ അതേ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. ഇൻഷുറൻസ് അത് ഫുൾ പേ ചെയ്തു. അത് ഫുൾ പേ ചെയ്യാനായിട്ടുള്ള കാരണം, എൻ്റെ വണ്ടി അത് റിപ്പയർ ചെയ്യുന്ന ഞാൻ ഇൻഷുറൻസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ വണ്ടി ഇത് റിപ്പയർ ചെയ്യുമ്പം ഈ ഫുൾ എമൗണ്ടിൻ്റെ ഹാഫ് എമൗണ്ടിൽ കൂടുതലാവുകയാണെങ്കിൽ, വണ്ടിയുടെ ഫുൾ എമൗണ്ടിൻ്റെ ഹാഫ് എമൗണ്ടിന് കൂടുതൽ റിപ്പയറിങ് ചാർജ് ആവുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ടി ഇങ്ങെടുത്തിട്ട് നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഫുൾ പേയ്മെൻറ്റ് റിട്ടേൺ തരും എന്ന് പറഞ്ഞു. അപ്പോൾ മസ്റ്റയുടെ പാർട്സ് കിട്ടാത്തത് കൊണ്ട് അവർ ആ വണ്ടി എടുത്തിട്ട് ഫുൾ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു തന്നു. ഞാൻ എൻ്റെ വണ്ടിക്ക് എടുത്തത് ആക്സ ഇൻഷുറൻസ് ആണ്. അതിൽ എൻ്റെ കയ്യിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, GCCയും ഇന്ത്യൻ ലൈസൻസും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് എമൗണ്ട് കൂടും. നമുക്ക് ഇവിടുത്തെ ലേണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കുറഞ്ഞിരിക്കും. ഞാൻ ലേണേഴ്സ് എടുത്തിട്ടില്ലായിരുന്നു, എൻ്റെ അടുത്ത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് എമൗണ്ട് കൂടി, ഏകദേശം 2500 പുറത്ത് എനിക്ക് ഇത് തന്നെ ആയി, ഇൻഷുറൻസ് എമൗണ്ട് തന്നെ ആയി. പക്ഷേ അതെടുത്തത് കൊണ്ട് മാത്രം എനിക്ക് ആ വണ്ടിയുടെ ഫുൾ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടി. അപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് അല്ലാതെ നമ്മൾ ലേണേഴ്സ് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കുറഞ്ഞിരിക്കും. എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്ന് തോന്നുന്നില്ല. ഇത് പാർട്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ആ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഫുൾ എമൗണ്ട് തന്നത്. ഇപ്പോൾ പാർട്സ് അവൈലബിൾ ആണെങ്കിൽ അവർ അത് റിപ്പയർ ചെയ്ത് ആ വണ്ടി റിപ്പയർ ചെയ്ത് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ എൻ്റെ വണ്ടിക്ക് പാർട്സ് ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവർ നോക്കിയപ്പോൾ ഇത് വണ്ടിയുടെ പകുതി പൈസയ്ക്ക് മുകളിൽ ഇത് റിപ്പയറിങ് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അവർ ഫുൾ എമൗണ്ട് തന്ന് വണ്ടി അവരങ്ങ് എടുത്തു. എനിക്ക് ഫുൾ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറും ചെയ്തു. അപ്പോൾ എല്ലാ വണ്ടിക്കും അങ്ങനെ ആവണമെന്നില്ല. അത് ഓരോ വണ്ടിയുടെ ഇതും പിന്നെ അതിൻ്റെ റിപ്പയറിങ് ചാർജും അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതുപോലെ ഒരുപാട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു 1 വീക്ക് മുന്നേ തന്നെ ഇതേപോലെ ഇവിടെ അടുത്തുനിന്നൊരു വണ്ടി എടുത്തിട്ട് പോയി. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബൈ.